എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കാണിക്കുകയാണ്. അവർ മൂന്ന് പേരും ആ കുഴിയിൽ വീണ് കിടക്കുകയാണ്. പച്ചത്തലയൻ, ലൂഫി, ചുന്ദരി പെണ്ണ്. പച്ചത്തലയനാണെങ്കിൽ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല. അവൻ പതിയെ കണ്ണു തുറന്ന് ചുറ്റും നോക്കും. ലൂഫി അവിടെ കാണാനില്ല. അവന്റെ തൊപ്പി അവിടെ വീണ് കിടപ്പുണ്ട്. പക്ഷെ ലൂഫി അവിടെ ഇല്ല. അവൻ താഴെയുള്ള കുഴിയിലേക്ക് നോക്കും. ലൂഫി, നീ എവിടെ പോയി? എന്റെ കൈവിട്ട് നീ ഈ കുഴിയിലേക്ക് വീണോന്നൊക്കെ ചോദിച്ച് അവൻ കരയാണ്. അപ്പോഴായിരിക്കും ലൂഫിയെ ലോക്ക് ചെയ്തിരുന്ന ആ ഒരു ഗോളത്തിനടിയിൽ നിന്ന് ലൂഫിയുടെ ശബ്ദം കേൾക്കുക. അവന് മനസ്സിലാവും ലൂഫി ആ പാറകൾക്കിടയിൽ പെട്ട് കിടക്കുകയാണെന്ന്. ലൂഫിയുടെ തലയിൽ വീണ കല്ലൊക്കെ നമ്മുടെ ചെക്ക പെറുക്കി മാറ്റി ലൂഫിയെ ചേർത്ത് പിടിക്കും. ഓ മൈ ഗോഡ് മാസ്റ്റർ, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. അവരങ്ങനെ ആശ്വസിച്ച് നിൽക്കുമ്പോഴായിരിക്കും ആ വില്ലത്തി പെണ്ണ് അവർക്ക് നേരെ ചാടി വരിക. നിങ്ങൾ രണ്ടുപേരും അനങ്ങി പോവരുത്, ലൂഫിയെ അവനെ ഞാൻ തിരികെ കൊണ്ടുപോകുമെന്ന് അവള് പച്ചത്തലയനോട് പറയും. അതിന് പച്ചത്തലയൻ ദേഷ്യപ്പെട്ട്, നെയ്യുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇവിടെ വെച്ച് ഞാൻ ഉപേക്ഷിക്കുകയാണ്. എനിക്ക് എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ലൂഫി സെൻപായെ ഞാൻ നിനക്ക് വിട്ടു തരില്ല എന്ന് പറയും. കട്ട് ചെയ്ത കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട ആ ഒരു വില്ലൻ, അവനാണെങ്കിൽ അവന്റെ കൈയും കാലൊക്കെ ടയറാക്കി മാറ്റി ആ അണ്ടർഗ്രൗണ്ട് റെയിൽവേ പാളത്തിലൂടെ അങ്ങനെ മൂവ് ചെയ്ത് വരികയാണ്. ഇവിടെ ചുന്ദരി പെണ്ണാണെങ്കിൽ അവളുടെ ഫോൺ ഉപയോഗിച്ച് വില്ലന്മാരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അതാണെങ്കിൽ വർക്കാവുന്നില്ല. അവൾക്കിപ്പോ ബാക്കപ്പിന് ആരെയും വിളിക്കാനായിട്ട് കഴിയില്ല. അടുത്ത നിമിഷം ആ വില്ലൻ അവനാണെങ്കിൽ വലിയ അനൗൺസ്മെന്റ് ഒക്കെ കൊടുത്ത് അവിടേക്ക് അങ്ങനെ സ്പീഡിൽ വരികയാണ്. അവനെ കണ്ട് നമ്മുടെ ആൾക്കാര് അത്ഭുതപ്പെട്ട് മാറി നിൽക്കും. ഇങ്ങനെ ഒരു വിചിത്ര ജീവിയെ അവർ മുൻപ് കണ്ടിട്ടില്ല. അവനും ഡബിൾ ഫ്രൂട്ടിന്റെ പവറുണ്ട്. അവൻ നമ്മുടെ ആൾക്കാരെ വെല്ലുവിളിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് ക്ലോസ് എത്തിക്കഴിഞ്ഞു. ലൂഫിക്കാണെങ്കിൽ അത് കുറച്ച് ഇഷ്ടമാവും. അവൻ അങ്ങനെ സ്പീഡിൽ വന്ന് ലൂഫി ഇടിച്ച് തെറിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ജസ്റ്റ് മിസ്സിന് പച്ചത്തലയൻ ലൂഫിയെ തള്ളി മാറ്റും. അതിനവൻ ഞൊട്ടിയടയില് അടുത്തൊരു പ്ലാറ്റ്ഫോമിലൂടെ വീണ്ടും ലൂഫിക്ക് നേരെ വരികയാണ്. പച്ചത്തലയനും ചുന്ദരി പെണ്ണും അവർ രണ്ടുപേരും പാളത്തിലൂടെ ഇപ്പൊ ലൂഫിയെ ഉരുട്ടാനായിട്ട് തുടങ്ങും. അതിനാ വില്ലനാണെങ്കിൽ ബോംബുകൾ നമ്മുടെ ആൾക്കാർക്ക് നേരെ വലിച്ചെറിയും. ലൂഫി ആണെങ്കിൽ പച്ചത്തലയനോട് ബാരിയർ ക്രിയേറ്റ് ചെയ്യാൻ പറയും. അതിനവൻ പറയും, നീ ഇത് കണ്ടില്ലേ, എന്റെ കൈ അത് ഗ്ലൂ വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. ഫിംഗേഴ്സ് ക്രോസ് ചെയ്താൽ മാത്രമേ എനിക്ക് എന്റെ ബാരിയർ പവർ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും അവൻ ലൂഫിയെ മുൻപോട്ടേക്ക് തള്ളും. ഇവിടെ വില്ലനാണെങ്കിൽ ഒന്നല്ല രണ്ടല്ല ഒരു കൂട്ടം ബോംബുകൾ ഒരുമിച്ച് നമ്മുടെ ആൾക്കാരുടെ നേർക്ക് വലിച്ചെറിയും. ട്രാക്ക് ആണെങ്കിൽ ഇപ്പൊ കുത്തനെ താഴേക്ക് ഇറങ്ങുകയാണ്. കുറച്ചധികം ദൂരേക്ക് പോയി കഴിയുമ്പോൾ ട്രാക്ക് രണ്ടായിട്ട് പിരിയും. നമ്മുടെ ആൾക്കാർ റൈറ്റിലേക്ക് പോവും. വില്ലനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. നിങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ്. നിങ്ങളിനി അധികം വൈകാതെ യമലോകത്തെത്തുമെന്ന് പറയും. നമ്മുടെ ആൾക്കാർ സ്ട്രെയിറ്റ് നോക്കും, അതൊരു ഡെഡ് എൻഡ് ആണ്. അങ്ങനെ സ്പീഡിൽ പോയി ഇടിച്ച് തെറിക്കുകയാണ്. ആ മെയിൻ വില്ലനാണെങ്കിൽ ആ ടയർ വില്ലനോട് പറയും, എന്ത് കൊടുത്തും വില കൊടുത്തും ആ ലൂഫിയെ അവനെ എനിക്ക് തിരികെ കിട്ടണം. ബാക്കി ആർക്കും എന്ത് സംഭവിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറയും. അതിനുശേഷം ആ ലേഡി പൈററ്റ്സിന്റെ അസിസ്റ്റൻസിനോട് ആ മെയിൻ പൈററ്റ് പറയും, കുഴപ്പമൊന്നുമില്ല, എന്ത് വില കൊടുത്തും അവളെ ഞാൻ രക്ഷിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ലൂഫിയെയും പച്ചത്തലയനെയും ആ ചുന്ദരി വില്ലത്തെയും കാണിക്കും. പച്ചത്തലയനാണെങ്കിൽ അവളോട് പറയും, നീ അത് കണ്ടില്ലേ, നിന്റെ ആൾക്കാര് ഞങ്ങളെ മാത്രമല്ല നിന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവളാണെങ്കിൽ അത് വിശ്വസിക്കാൻ തയ്യാറാവില്ല. അതിന് പച്ചത്തലയൻ പറയും, പണ്ട് നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് നമുക്ക് പിരിയേണ്ടി വന്നു. അതിനുശേഷം നിനക്ക് ഒരുപാട് ലേഡീസ് ഒക്കെ ആയിട്ട് വലിയൊരു ഗ്യാങ് ഉണ്ടായിരുന്നില്ലേ, അവർക്ക് എന്ത് പറ്റിയും ചോദിക്കും. അതിനവള് പറയും, വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ കടലിലൂടെ ട്രിപ്പ് പോയപ്പോൾ ഒരു ജയന്റ് കപ്പൽ വന്ന് അവരെ എല്ലാവരെയും ഇടിച്ച് തെറിപ്പിച്ചു. ആ ടൈമിലാണ് ഇപ്പോഴത്തെ അവരുടെ പൈററ്റ് ലീഡർ ബില്ല് അവൻ അവിടേക്ക് വന്ന് അവളെയും അവളുടെ കൂടെ ജീവനോടുകൂടെ ഉണ്ടായിരുന്ന 3 പേരെയും രക്ഷിച്ചത്. അവനാണെങ്കിൽ അവളെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അവളാണ് ദ ഫാസ്റ്റസ്റ്റ് ഫീമെയിൽ പൈററ്റ്. ബില്ലാണെങ്കിൽ വീണ്ടും അവൾക്ക് കോൺഫിഡൻസ് കൊടുക്കും. ഞാനൊരു പുതിയ പൈററ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് മുൻപോട്ടേക്ക് പോവാം. എൻ്റെ ആ സ്പെഷ്യൽ ബോട്ട് അത് ഞാൻ നിനക്ക് തരാണ്. അത് ഓടിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്, പക്ഷെ നിന്നെ കൊണ്ട് അതിന് കഴിയും. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. അവൾ തീർത്ത് പറയും, എനിക്ക് എൻ്റെ ബോസിൽ നല്ല വിശ്വാസമുണ്ട്, അവൻ ഒരിക്കലും എന്നെ ചതിക്കില്ല. പക്ഷെ പച്ചത്തലയനാണെങ്കിൽ ഭയങ്കരമായിട്ട് സംശയം തോന്നും. അങ്ങനെ അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം. അപ്പൊ കറക്റ്റ് സമയം കോക്രി പല്ലുള്ള 4 പൈററ്റ്സ് അവരിപ്പോ അവിടേക്ക് നടന്നു വരികയാണ്. ഒരു പൈററ്റ് ആണെങ്കിൽ അവരെ കണ്ട് ടെൻഷനായി, നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. അതിനവര് പറയും, ഞങ്ങളും പണ്ട് ബിൽ പൈററ്റ്സിന്റെ അലയൻസ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഞങ്ങള് പൈററ്റ്സ് ഒന്നും അല്ല. അവന്റെ ഷിപ്പും കണക്ഷനും അങ്ങനെ എല്ലാം തന്നെ ഞങ്ങൾ ഒഴിവാക്കി. അവൻ ഞങ്ങളെ ചതിച്ചു. ആക്ച്വലി ഇതൊരു മൈനാണ്, ഒരു മൈനല്ല, സിൽവർ മൈൻ. ഞങ്ങളെപ്പോലെ ഒരുപാട് പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറയും. അവൾക്കാണെങ്കിൽ ഇതൊന്നും കേട്ട് വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനായിട്ടോ കഴിയില്ല. അവര് പറയും, സത്യത്തില് ആ ബില്ലൊരു ചതിയനാണ്.
അവന്റെ കൂടെയുള്ള എല്ലാവരും അവൻ എപ്പോഴും ട്രഷർ കൊണ്ടുവന്ന് കൊടുക്കണം. അങ്ങനെ ആർക്കെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവരെ അവൻ ഈ ഒരു പിറ്റിലേക്ക് തള്ളിയിടും. അതിനുശേഷം നിർബന്ധിച്ച് ഈ മൈനിൽ ജോലി ചെയ്യിപ്പിക്കും. അത് കേട്ട് പച്ചത്തലയനും ലൂഫിയും ഷോക്കാവും. ഇവിടെ നമ്മുടെ ചുന്ദരി പെണ്ണിന് അവൾക്കാണെങ്കിൽ അത് സഹിക്കാനാവില്ല. കാരണം ആരുമില്ലാത്ത സമയത്ത് അവൾക്ക് കൈ കൊടുത്ത് കൂടെ കൂട്ടിയത് അവനാണ്. അവൻ അത്തരത്തിൽ ചെയ്യുമെന്ന് അവളെ കൊണ്ട് വിശ്വസിക്കാനാവില്ല. അവരാണെങ്കിൽ ഇപ്പൊ നമ്മുടെ പച്ചത്തലേന്റെ കയ്യിലെ ആ ഒരു ഗ്ലൂ അത് ചൂടുവെള്ളം ഒഴിച്ച് കളയാൻ പറ്റുമോ ശ്രമിച്ചു നോക്കും. അതുപോലെ തന്നെ ലൂഫിയുടെ ബോഡിയിൽ ചേർന്നിരിക്കുന്ന ആ ഒരു വലിയ ഗ്ലോബ് അത് തകർക്കാനും ശ്രമിക്കും. പച്ചത്തലേനാണെങ്കിൽ അവരോട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കും. അതിനവര് പറയും ആ കാണുന്ന ട്രാക്ക് അത് മാത്രമാണ് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള ഏക വഴി. പക്ഷേ രക്ഷപ്പെട്ടു പോകല് അത് അത്ര എളുപ്പമല്ല. ഇവിടേക്ക് ആരെങ്കിലും വന്നാൽ നോക്കാനും നിയന്ത്രിക്കാനും രക്ഷപ്പെട്ടു പോകാതിരിക്കാനും വില്ലിന്റെ ഒരു അസിസ്റ്റന്റ്, ഒരു ബോഗി വില്ലൻ അവൻ ഇവിടെ ഉണ്ട്. ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉണ്ട്. ഒരു ബോഗിയുടെ ഷേപ്പിലാണ് അവനുള്ളത്. അവൻ ആരെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അവർ ഇടിച്ചു കൊല്ലും. അല്ലെങ്കിൽ ഇവിടെ വലിയൊരു കുഴിയുണ്ട്, അവിടേക്ക് അവൻ അവരെ തള്ളിയിടും. സോ ഇതുവരെ ആരും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടില്ല എന്നവർ പറയുമ്പോൾ ഒരു ബെല്ലിന്റെ സൗണ്ട് കേൾക്കും. ആ ബോഗി വില്ലൻ അവൻ അവിടേക്ക് അങ്ങനെ സ്പീഡിൽ വരികയാണ്. അവനെ കണ്ട് പല്ല് കടിച്ച് അവളാണെങ്കിൽ ഇപ്പൊ അവനോട് ചോദിക്കും, സത്യം പറയ്, ആ ബില്ല് അവനാണോ നിന്നോട് ഞങ്ങളെ എല്ലാവരെയും കൊല്ലാനായിട്ട് പറഞ്ഞ്? അതിനവൻ പറയും, അതെ. ഇവിടെ നമ്മുടെ പച്ചത്തലേനാണെങ്കിൽ എങ്ങനെയെങ്കിലും കയ്യിൽ പറ്റിയിരുന്ന ഗമ്മ് അത് കളയാൻ ശ്രമിക്കും. അടുത്ത നിമിഷം ഒരു ബോംബ് അത് തെറിച്ച് വന്ന് നമ്മുടെ പച്ചത്തലേന്റെ മുൻപിൽ വീഴുകയാണ്. ബോംബ് കണ്ട് പേടിച്ച് ഒരു വിധത്തില് അവൻ ആ ഗമ്മിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷെ എന്താ, ആ ബോംബ് അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. തലേനാണെങ്കിൽ പരുക്കളൊന്നും പറ്റില്ല. അവൻ സേഫ് ആയിട്ട് ഒരു ഭാഗത്തേക്ക് വീഴും. പക്ഷെ എന്താ, ആ ബോംബിന്റെ ഫോഴ്സിൽ നമ്മുടെ ലൂഫി അങ്ങനെ ഉരുണ്ട് ആ ട്രാക്കിൽ വന്ന് നിൽക്കും. അത് കാണേണ്ട താമസം വില്ലന് ഭയങ്കര സന്തോഷം. അവനൊരു ഡ്രില്ലിംഗ് മെഷീൻ ആക്ടിവേറ്റ് ചെയ്ത് അങ്ങനെ സ്പീഡിൽ വന്ന് ആ ഗോളിലേക്ക് കുത്തി ഇറക്കുകയാണ്. പച്ചത്തലയനാണെങ്കിൽ കണ്ട് പേടിച്ച് വലിയ ഒച്ചയിൽ അങ്ങനെ നിലവിളിക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ലൂഫി അവൻ ആ ഗ്ലോബ് തകർന്ന് പുറത്തേക്ക് വരികയാണ്. വില്ലനാണെങ്കിൽ ഇവൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് കരുതി വണ്ടർ അടിച്ചു നിൽക്കും. അതിന് ലൂഫി, നീ സത്യത്തില് ഒരു വില്ലൻ തന്നെയാണോ? എന്നെ അറ്റാക്ക് ചെയ്യാൻ പോലും നിന്നെ കൊണ്ടായില്ലല്ലോ. നിന്റെ ഡ്രില്ലിംഗ് മെഷീൻ അതെന്റെ ബോഡിക്ക് താഴെയാണ് കുത്തി കയറിയത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ സ്വതന്ത്രനായെന്ന് പറഞ്ഞ് ലൂഫി അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് തിരിയാണ്. അത് കണ്ട് കൺട്രോൾ പോയ വില്ലൻ അവൻ ഒരുപാട് മിഷൻ ഗണ്ണും ഇരങ്കികളൊക്കെ സെറ്റ് ചെയ്ത് അവൻ അച്ചറം പൊച്ചറ ഷൂട്ട് ചെയ്യും. ലൂഫി ആണെങ്കിൽ അവന്റെ ഗം ഗാറ്റ്ലിംഗ് പവർ അതുപയോഗിച്ച് ബുള്ളറ്റ്സുകളെല്ലാം തന്നെ അവന്റെ നേർക്ക് തിരിച്ചു വിടുകയാണ്. അണി പാളിന്ന് മനസ്സിലാക്കിയ നമ്മുടെ വില്ലൻ അവനാണെങ്കിൽ വന്ന സ്പീഡിൽ ഇപ്പൊ തിരികെ ഓടും. ലൂഫി ആണെങ്കിൽ ഉഷാറായിട്ട് അവന്റെ പിന്നാലെ ഓടി ആ ഒരു ട്രക്കിന് മുകളിൽ കയറും. അവനാണെങ്കിൽ പേടിച്ച് ലൂഫിയെ തട്ടിത്തെറിപ്പിക്കുകയാണ്. അത് കണ്ട പച്ചത്തലയൻ അവനാണെങ്കിൽ അവന്റെ ഷീൽഡ് പവർ അതുപയോഗിച്ച് ആ ട്രാക്ക് അങ്ങനെ ടേൺ ചെയ്ത് വിടും. ലൂഫി ആണെങ്കിൽ അവൻ അടുത്ത് വരെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അവൻ ക്ലോസ് എത്തേണ്ട താമസം സെക്കൻഡ് ഗിയറിലേക്ക് പോയി ജയന്റ് കൈ ഉപയോഗിച്ച് ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ അവൻ തവിട് പൊടിയായി താഴെ വീഴും. അതേസമയം ബില്ലാണെങ്കിൽ ആ വില്ലനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവനാണെങ്കിൽ യാതൊരു ഇൻഫർമേഷനും കിട്ടാതെ ടെൻഷനാവും. ഇനി എനിക്ക് വേറെ വഴിയില്ല, അവരെല്ലാവരെയും അവിടെ വെച്ച് തന്നെ ഞാൻ തകർക്കുമെന്ന് പറഞ്ഞ് അവനൊരു വില്ലൻ ചിരിയൊക്കെ ചിരിച്ച് അങ്ങനെ നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.